അസ്പാക്ക് സാലറി ഒരു കാര്യം ഞാൻ പറയട്ടെ, അസ്പാക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ അസ്പാ വേറെ ആരൊക്കെ ഇടുന്ന എന്തൊക്കെ സാലറി വാങ്ങി, അസ്പാക്കിന്റെ ഒരു കാര്യം പറട്ടെ, ഒരു 30 റുപ്യ ചായ പിടിക്കാൻ പോലും അസ്പാക്ക് ജീവിതത്തിൽ എൻ്റെ അടുത്ത് വാങ്ങിയിട്ടില്ല. ജീവിതത്തിൽ ഇതുവരെ എന്നോട് ഒരു 10 റുപ്യ ചായ പിടിക്കാൻ വരെ അസ്പാക്ക് വാങ്ങിയില്ല. അസ്പാക്കിന്റെ സാലറി എത്രയെന്ന് നോക്കി നിങ്ങള്. മുനുവല്ലാണെങ്കിൽ മുനു സാലറി അല്ലെങ്കിൽ മുനു അടക്കാനോട് മറിക്കാൻ ചോദിക്കും. എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് മുനു എന്നോട് അവിടെ ഒരു 5-10 ഉണ്ടെങ്കിൽ ഇടുന്ന് പറയും. എന്നിട്ട് മറിച്ചിട്ട് ഓൻ തിരിച്ച് റോൾ ചെയ്തിട്ട് ഇടും. അതായത് അതുപോലും അസ്പാക്ക് ഇതുവരെ 1 റുപ്യ സീരിയസ്ലി അതൊക്കെ ഇപ്പൊ ഇതാടാ, ഇതുവരെ 1 റുപ്യ എന്നോട് വാങ്ങിയില്ല. ഇല്ല അസ്പാക്കിന് സ്വത്ത് അങ്ങനത്തല്ല. അസ്പാക്കിന്റെ വീട്ടിൽ അത്ര വലിയ നല്ല സിറ്റുവേഷൻ ഒന്നും അല്ല കേട്ടോ. ഒരു മിഡിൽ ക്ലാസ് അങ്ങനത്തെ ഒരു ഫാമിലി, സാധാ ഫാമിലി, അത്ര ദാരിദ്ര്യമൊന്നുമല്ല. പക്ഷെ നല്ല അല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പക്ഷെ അങ്ങനെ റിച്ച് ഒന്നല്ല. ഷമീറിന്റെ ഫാമിലി നല്ല റിച്ച് കേട്ടോ. പക്ഷെ അസ്പാക്കിന്റെ നോർമലാ. പിന്നെ മുനുവിൻ്റെത് നോർമലാ, മിഡിലാ. പിന്നെ ജാസിന്റെ എങ്ങനെയാ, ജാസിന്റെ ഫാമിലി എങ്ങനെയാ? വിട്ടാ മമ്മൂന്റെ വിട്ടോ അല്ല, മമ്മൂന്റെ കുറച്ച് ഇതാന്ന് തോന്നുന്നത്. ഞാൻ മമ്മൂന്റെ വീട്ടിൽ ഞാൻ കുറേ പോയി, മമ്മൂന്റെ വീട്ടിൽ പോകണം. നിന്റെ എങ്ങനെയാ? റാംബോ റിച്ചാട്ടാ. റാംബോന്റെ ഫാമിലി റിച്ചാ. റാംബോന്റെ റിച്ച് ഫാമിലിയാ, നമ്മുടെ റിച്ചസ്റ്റ്. അതെ, റാംബോന്റെ വീടാടെ അറിയാം, ട്രിവാൻഡ്രം നടുക്ക സെന്ററിൽ. ആടെ ഒരു സെന്റിന് തന്നെ 40 ലക്ഷം അങ്ങനെ എന്തോ ഉണ്ട്. ഒരു സെന്റിന് 40 ലക്ഷം ഉള്ള സ്ഥലത്ത് അവന്റെ വീട്. 2 നല്ല വലിയ വീടാ. വൈനോ സാലറി എന്ന് പറഞ്ഞാൽ വാങ്ങൂല. ഓനത് വേണ്ട, ഞാൻ കൊടുത്താലും വാങ്ങുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഓനത് വേണ്ട. അസ്പാക്കിന്റെ റിയൽ ജോബ് എന്താ പറയുക? അസ്പാക്ക് എന്തല്ലോ തട്ടിക്കൂട്ട് ബിസിനസ്സുകളാ അസ്പാക്കിന്. എന്തല്ലോ ഗിഫ്റ്റ് കമ്പനി, തട്ടിക്കൂട്ട് മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കുര്യാക്കോസ് സാലറി, കുര്യാക്കോസിന് എന്ത് സാലറി? കുര്യാക്കോസിന് എന്താ ഇവിടെ ജോലി ചെയ്യുന്നു? ജോലിയല്ലോ. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കുര്യാക്കോസിന്റെ സാലറി ഇല്ല, പക്ഷെ കുര്യാക്കോസിന്റെ ചെലവുകളെല്ലാം നടക്കുന്നുണ്ട്. ഫുഡടി, ഫുട്ബോളി, ഡ്രസ്സ്, അത് ഇത് ഇവന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നു പോകുന്നുണ്ട്. സാലറി എനിക്ക് പൈസ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടോ? എങ്ങനെ പൈസനെ കുറിച്ച് നീ എങ്ങനെ, മണീനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? മണി നല്ലാണ്. സ്ട്രീമർ ആയിക്കഴിഞ്ഞാൽ പിന്നെ പൈസ വരാലോ. നിനക്ക് അടുത്ത മാസം സ്ട്രീമായിട്ട് 1 ലക്ഷം റുപ്യ കിട്ടി. ഇല്ല, ഫസ്റ്റ് മന്ത് 1 ലക്ഷം സംശയം. ചിലപ്പോ അത്രയും ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ 1 ലക്ഷം കിട്ടി. 1 ലക്ഷം കിട്ടി ജേഴ്സിയും ഡ്രസ്സൊക്കെ മേടിക്കും. പക്ഷെ പെസ് ഫുട്ബോളിന് അത്രയും ആൾക്കാർ ഉണ്ടാവും സംശയം. നോക്കാം നമുക്ക്. ഫുട്ബോൾ വാച്ചിങ് ഭയങ്കര കുറവായിരിക്കും. 40% അതെ, നമുക്ക് നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ജാസിന്റെ സാലറിയും കട്ട് ചെയ്തു. ജാസി പ്രൊമോഷൻ ചെയ്യുന്നു, കണ്ടമാനം പ്രൊമോഷൻ ചെയ്യുന്നു. സിനിമയെ കയറി സിനിമേന്റെ പേയ്മെന്റ്. ജാസിക്കെല്ലാം ജീവിതം സെറ്റായി, മനസ്സിലായി. ഇവർക്കൊന്നും സാലറി. മെൽവിന് സാലറി ഉണ്ട്, പിന്നെ അഖിലിന്, എഡിറ്റേഴ്സിന്, പിന്നെ മാനേജറിന്, സോഷ്യൽ മീഡിയ ഹാൻഡിലറിന്, പിന്നെ മോഡറേറ്റേഴ്സിന്, ഇവർക്കെല്ലാം സാലറി ഉള്ളൂ. മനസ്സിലാവും. പണിയെടുക്കുന്നവർക്ക് ഇപ്പൊ സാലറി ഉള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പൊ സെൽഫ് എംപ്ലോയിഡ് ആയി. മനസ്സിലാവും. മണി ചേഞ്ച്ഡ് യോ? ഓഫ് കോഴ്സ് ബ്രോ, മണി നിന്റെ കയ്യിൽ മണി വന്നാൽ നീയും ചേഞ്ച് ആവും. മനസ്സിലാവും. ചേഞ്ച് ആവണം നമ്മൾ. മനസ്സിലാവും. ചേഞ്ച് ആയിട്ട് എന്താ വലിയ തെറ്റാണോ? എടാ, ഞാൻ മൂഞ്ചി കുത്തി അതിന്റെ ഉള്ളിൽ 5 ചുമരിന്റെ ഉള്ളിൽ കുത്തി ഇരുന്നപ്പോ നീ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മനസ്സിലായി. ആടോ മണി ഇല്ലാത്തത് നിന്നെ ചേഞ്ച് ചെയ്തു എന്ന് പറയാൻ നീ ഉണ്ടായിട്ടില്ല. മനസ്സിലായി. ഇപ്പൊ മണി വന്നപ്പാന്ന് മണി ചേഞ്ച് ചെയ്തു എന്ന് പറയാൻ വന്നത്. അത് ഞാൻ എടുക്കുന്നടാ ലോട്ട, അത് ഞാൻ എടുക്കും കണ്ണും പൂട്ടിയിട്ട്. മൂഞ്ചിരുന്നപ്പോ നീ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ബായ് പോട്ട്. മനസ്സിലാ. ആടെ ചേഞ്ച് ആയി, അതിനെന്താ, അതിന് കുഴപ്പമില്ല. ഞാൻ ചേഞ്ച് ആയി. വാട്ടവർ